പാതിവില തട്ടിപ്പിൽ അന്വേഷണം ഇഴയുന്നതായി ഇരകളുടെ പരാതി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കുന്നില്ല. പോലീസിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാതിവില തട്ടിപ്പിനിരയായവർ വീണ്ടും പരാതിയുമായി മുന്നോട്ട് വരുന്നത്. പോലീസിൽ നിന്ന് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. പോലീസും ചില ജനപ്രതിനിധികളും ഒത്തുകളിക്കുകയാണെന്നും അവർ ആരോപിച്ചു. നമ്മൾ കൊടുക്കുമ്പോൾ 150ഓളം ആൾക്കാരുടെ പരാതിയാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 158 ആളത് മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ പരാതി എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പ്രൈവറ്റായിട്ട് കേസിന് പോവാം എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് മഹേഷ് വർമ്മേൻ്റെ അടുത്ത് വന്നത്. പരാതി നൽകിയവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൂർണ്ണമായും റെസീറ്റ് നൽകിയിട്ടില്ല. ഇത് കോടതിയിൽ പോകുന്നത് തടയാനാണെന്നും ഇവർ ആരോപിച്ചു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അന്വേഷണത്തിലെ ഒരു പുരോഗതിയും അറിയിക്കുന്നില്ല. 180 പേർ പരാതി നൽകിയെങ്കിലും 150 പേരുടെ പരാതി മാത്രമാണ് ലഭിച്ചതെന്നാണ് പറയുന്നത്. ഇരകളുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചിട്ടില്ല. പ്രൊമോട്ടർമാർക്കും കോർഡിനേറ്റർമാർക്കുമെതിരെ നൽകിയ പരാതിയിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും തട്ടിപ്പിനിരയായവർ ആരോപിച്ചു. അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് മോഹനൻ നിരപരാധിയാണ്, മോഹനന്റെ തൊഴിലാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. പക്ഷേ ഈ എടുത്തിട്ടുള്ളത് ലാലി വിൽസൻ്റെ അങ്ങനെ കുറച്ച് ആൾക്കാർ പേരിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ലാലി വിൽസന് ചെയ്തിട്ടുള്ളത് അവരെ ജോലിയാണ്. അപ്പം അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേ കേസ് തന്നെ ഇതിന് മോഹനെതിരെ പ്രൊമോട്ടർക്കെതിരെ എടുക്കേണ്ടതല്ലേ? രണ്ടാൾക്ക് രണ്ട് നിയമമാണോ? അപ്പം ഇതിന് നമുക്ക് ഉറപ്പാണ് നമ്മൾ കേസ് മുന്നോട്ട് പോകില്ല എന്നുള്ളത്. പോലീസുകാർ അതിന് അനുവദിക്കൂല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമുക്ക് റെസീപ്റ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇരകൾക്ക് നീതി കിട്ടും വരെ പോരാടും. സർക്കാർ പദ്ധതിയെന്ന് വിശ്വസിപ്പിച്ചാണ് പലരെയും തട്ടിപ്പിനിരയാക്കിയതെന്നും ഇവർ പറഞ്ഞു. പി ഇബ്രീസ, അനു തമ്പുരാങ്കണ്ടി, ടി പ്രേമജ, എ പി നഫീല, സി പി പ്രക്കീല, കെ കിരൺ, എ ശ്രുതി എന്നിവരാണ് ആരോപണവുമായി രംഗത്തു വന്നത്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്താതെയാണ് പാതിവില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതെന്ന് ഇവരുടെ അഭിഭാഷകൻ മഹേഷ് വർമ്മയും ആരോപിച്ചു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ യാതൊരു രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടില്ല. അതിനുപകരം അവർ ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുത്തു, അവരന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതുവരെ ഈ പരാതിക്കാരെ കഴിഞ്ഞ 4-5 മാസമായിട്ട് പലപ്പോഴായി ഇങ്ങനെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ BNSS പ്രകാരവും സുപ്രീം കോടതി വിധികളും പ്രകാരം SIയുടെയും അല്ലെങ്കിൽ SP-യുടെയും പരാതികൾ കൊടുത്ത് ആ റെസീറ്റ് ഹാജരാക്കിയാൽ മാത്രമേ കോടതി മുഖാന്തരം കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന നിയമപ്രശ്നം നിലവിലിരിക്കെ പോലീസിനെ സമീപിക്കുമ്പോഴും ഇവർ റെസീറ്റ് തരാതെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. തട്ടിപ്പിനിരയായവർക്ക് കോടതിയെ സമീപിക്കണമെങ്കിൽ പോലീസിൽ പരാതി നൽകിയതിൻ്റെ റെസീറ്റ് വേണം. ഇത് നൽകാതിരിക്കുന്നതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും മഹേഷ് വർമ്മ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.